അമ്മയുടെ ഒരു രേഷ്മ എന്ന് പറയുന്ന ഒരു വീടാണ്. ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമായിരുന്നു. ഞാൻ അവിടെ വലിയ പ്രശ്നമായിട്ടൊരു കാര്യമായിട്ട് നിങ്ങളെ ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ എടുക്കുന്നില്ല. നിങ്ങള് ഒരാളുടെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടുണ്ടായിരുന്നില്ലേ, അവര് വലിയ മുറിവായിട്ടുള്ളത് ഞാൻ ഞങ്ങളുടെ അഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഇത് പ്രശ്നമാണ്. ഹോസ്പിറ്റലിൽ പറഞ്ഞപ്പോ അവർക്ക് അറിയില്ല, നിങ്ങളുടെ അടുത്ത് വന്ന് ഇതാക്കാൻ പറഞ്ഞു. ഇത് പ്രശ്നം. ഇവര് ഒരു പേഷ്യന്റിനെ ചെയ്തത് നമ്മുടെ ബ്രദറാണ്. അവരുടെ കാലില് പ്ലാസ്റ്റർ ഇട്ടത് രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടതാണ്. അത് ഇട്ടത് അങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ട് ഇപ്പൊ കാല് മുറിക്കേണ്ട ഒരു അവസ്ഥയായി. ഞാൻ അവരുടെ അടുത്ത് അഡ്രസ് ഇതിപ്പോ നമ്മളിവിടെ വന്ന് പറഞ്ഞിട്ട് ഇനി നമ്മളെ മാറ്റിട്ട് എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളെ പ്രയാസം മനസ്സിലായി. നിങ്ങളെ പ്രയാസമുണ്ട്. ആ പ്രയാസം മനസ്സിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ കാര്യം കാണിക്കുന്നത്. നിങ്ങൾ ഹോസ്പിറ്റലാണ് നിർത്തിക്കുന്നത്, ഹോസ്പിറ്റൽ ചെയ്യുക. അത് വീട്ടിൽ വന്ന് ചെയ്യുന്നത് വേറെ രീതി ശരിയല്ല. അത് ശരിയല്ല. ഹോസ്പിറ്റലിൽ നോക്കണ്ട. അതിന്റെ റിപ്പോർട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഇവിടെ അല്ല റിപ്പോർട്ട് ഞാൻ അത് കണ്ടു. ഞങ്ങൾ അപ്പം ഞെട്ടു. അത്രയും പ്രശ്നമായിരുന്നു അത്. ഞാൻ അവര് ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയ ആൾക്കാരെ നിങ്ങൾ ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെന്റ് കൊടുത്തത്. എല്ലാം ഹോസ്പിറ്റലായിട്ട് ചെയ്യണം. അത് അവരാണ് ചെയ്തത്. അത് അവരിവിടെ ചെയ്തോട്ടെ. അവരിവിടെ ചെയ്തോട്ടെ. ശരി. അല്ല ഇതില് ഇത് കണ്ടു കഴിഞ്ഞാൽ അല്ല ഒരു മിനിറ്റ് ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും. അല്ല ഞങ്ങൾ നോക്കാനൊന്നും പോകുന്നില്ല. ഞങ്ങൾ കാണാൻ നോക്കാനും പോകുന്നില്ല. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിക്കോളൂ. അവിടെ നിങ്ങൾ ചെയ്യും. അല്ല ഇതിപ്പോ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. അല്ല അത് അങ്ങനെ തന്നെ അത് അങ്ങനെ തന്നെ ശരിയാവുള്ളൂ. അല്ലാതെ ശരിയല്ല പറഞ്ഞാൽ ശരിയുമല്ല. ശരിയല്ല രീതിയാണ്. അത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റുമോ? ഓപ്പൺ ചെയ്യണോ? ഇത് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ. ഒന്നുകൂടി ഉണ്ട്. ഇത് അമ്മക്ക് ഓക്കെ. അതാണ്ടാ മകൻ, ഇതാണ്ട അച്ഛൻ. ഒരു സെക്കൻഡ് തെറ്റി കൊണ്ടുവന്നാളുടെ കാര്യം. മകന്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ വീട്ടിലൂടെ? സൂപ്പറാ. പോരെ മതിയോ? ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയി. നീ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടിട്ട് ചെയ്യുന്ന എനിക്ക് എന്നിട്ട് അറിയാം. പക്ഷെ അതുകൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തു വെച്ചിട്ടില്ല. നന്നായി. ഒരു 5 മിനിറ്റ് കൊണ്ട് മാറിയാൽ ഓക്കെ. സോറി കേട്ടോ. ഏയ് പ്രശ്നമില്ല. അപ്പൊ എന്തായാലും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഓക്കെ. ഇതെന്താണെന്ന് നോക്കുക. ഹാപ്പി ഡേ. ഇങ്ങോട്ട് വരും. ആരാണ് അവള് മോഹം പാടും. ഒരു മിനിറ്റ്. അല്ലല്ല അത് കേൾക്കട്ടെ. ഓപ്പൺ ചെയ്യൂ. ഇത് എനിക്ക് സർപ്രൈസ് പോ.